ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിന് ഇഷ്ടം തോന്നുകയും മനസ്സിലേക്ക് കടന്നുകൂടുകയും അത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം തോന്നുകയും ഒക്കെ ചെയ്യുന്ന ചില വീടുകളുണ്ട്. അങ്ങനെ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എലിവേഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെറൈറ്റി ഉള്ളൊരു വീടാണെന്ന്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഏകദേശം 4ഓളം വീടുകളാണ് ഇവിടെ വരുന്നത്. അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഈ ഒരു വീട്. എല്ലാ വർക്കുകളും കഴിഞ്ഞ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. കാമാൻ ആയിട്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഏരിയയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കാറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ചുറ്റിനും തന്നെയുള്ള വീടുകളിൽ ആളുകൾ താമസമായതാണ്. വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് കാണാൻ പറ്റുന്നത്. മതില്, ഗേറ്റ്, അതുപോലെ തന്നെ വീടിന്റെ എക്സ്റ്റീരിയർ പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ഡിസൈൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ബ്രിക്ക് മോഡൽ വർക്കുകളും ടെക്സ്റ്റൈൽ വർക്കുകളും ഏറ്റവും കൂടുതലായിട്ട് ഗ്ലാസിന്റെ വർക്കുകളാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകത്തേക്കൊക്കെ നല്ല രീതിയിൽ വെളിച്ചം കടന്നു വരുന്നുണ്ട്. എലിവേഷൻ കണ്ട സ്ഥിതിക്ക് നമുക്ക് നേരെ ഗേറ്റ് തുറന്നിട്ട് കോമ്പൗണ്ടിനകത്തേക്ക് കടക്കാം. വീടിന്റെ കോമ്പൗണ്ടിനകത്ത് ഫ്ലോർ നോക്കുവാണെങ്കിൽ കോബിൾ സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന വോള് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് ബ്രിക്ക് മോഡൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കണ്ടപ്പോൾ നിങ്ങളുടെ സ്വാഭാവികമായ സംശയം ഇതിന്റെ റൂഫ് എവിടെ എന്നുള്ളതായിരിക്കും. ഇതിന്റെ റൂഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോർച്ച് ഇതിന്റെ ബിൽഡർ ചെയ്ത് തരുന്നതായിരിക്കും. 2 കാറുകൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു റൂഫ് നമുക്ക് ഇവിടെ വരാനുണ്ട്. ആ ഒരു റൂഫ് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ സിറ്റ് ഔട്ടിന്റെ പോർഷൻ വരെ, ഗ്രാസ് വിരിച്ചിരിക്കുന്ന പോർഷൻ നിങ്ങൾക്ക് കാണാം, അവിടെ വരെ നമ്മൾക്ക് റൂഫ് കണ്ടിന്യൂ ചെയ്ത് വരുന്നതായിരിക്കും. വെയിലും മഴയൊന്നും കൊള്ളാതെ നമുക്ക് നടക്കാൻ പറ്റുന്നതായിരിക്കും. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. പ്ലാൻ ബോക്സുകളൊക്കെ വെച്ചിട്ട് അതിനകത്ത് നല്ല പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മതിലൊക്കെ നല്ല കരിങ്കല്ലിന്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്നത് മെറ്റൽ ചിപ്പുകളാണ്. വീടിന്റെ ബാക്ക് സൈഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെയായിട്ടും പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഏരിയ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഫ്ലോറിൽ നമുക്ക് മെറ്റൽ ചിപ്പുകളാണ്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഫ്ലോർ ഇവിടെ നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടൈലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുകൂടെ വീടിനകത്തേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസിന്റെ ഒക്കെ ആ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും റൂഫ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഈ വഴി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നേരെ പോകുന്ന സമയത്തും പ്ലാൻ ബോക്സുകൾ ധാരാളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വൈഡ് ആയ ഏരിയയാണ് കിട്ടുന്നത്. ഫ്ലോറിൽ മെറ്റൽ ചിപ്പുകൾ തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ പോകുമ്പോൾ വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കോളൂ. നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെയും പ്ലാൻ ബോക്സ് അഗൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ ചെല്ലുന്നത് വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ ആണ്. ഇവിടെ എല്ലാം തന്നെ നിറയെ ചെടികളാണ്. നല്ല രീതിയിൽ ഗ്രീനിഷ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയർ എല്ലാം തന്നെ വന്നിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ LED ലൈറ്റുകളൊക്കെ ഇട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സിറ്റ് ഔട്ടിന്റെ പോർഷൻ ആണ്. കവേർഡ് ആയിട്ട് നല്ല ഒതുങ്ങി ഒരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. 2ഓ 3ഓ ചെയറുകൾ പ്ലേസ് ചെയ്യാം. ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടുത്തെ ടൈല് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ ഒരു ചെറിയ LED ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും തേക്കിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നു നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. വളരെ വലിയൊരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വിഡ്ത് വൈസ് നോക്കിയാലും ലെങ്ത് വൈസ് നോക്കിയാലും വളരെ വലിയ ഏരിയ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സോഫ സെറ്റീസ്, ഡൈനിങ് ടേബിൾ എല്ലാം നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് വലിയ ഒരു വിൻഡോ തന്നെ കിട്ടുന്നുണ്ട്. ഡബിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് വിൻഡോകളുടെ ഭാഗത്തെല്ലാം തന്നെ അകത്തോട് നമുക്ക് ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ടഫറിന്റെ ഗ്ലാസ് ഫിക്സഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് TV യൂണിറ്റിനായിട്ട് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു വീട് നിങ്ങൾക്കറിയാം അണ്ടർ കൺസ്ട്രക്ഷനിൽ തന്നെയാണ്. ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജുകളായി വരുന്നതേ ഉള്ളൂ. ഇവിടെയായിട്ട് നമുക്കൊരു TV യൂണിറ്റ് കൂടി ബിൽഡർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കണക്ഷൻസിനുള്ള എല്ലാ പ്രൊവിഷൻസും ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾക്ക് നമ്മുടെ ആരാധനാമൂർത്തി ആരാണോ അവരുടെ ആ ഒരു നമുക്ക് പ്രേ ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു ഏരിയ, ഒരു പ്രയർ ഹാൾ, ഒരു പ്രയർ സ്പേസ് നമുക്ക് ഇവിടെ ബിൽഡർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും.
ഇതിന്റെ റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡൈനിങ്ങിനായിട്ട് ഈ ഏരിയ ചൂസ് ചെയ്യാം, അവിടെ ലിവിംഗ് സ്പേസും. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വലിയ ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ടൈലുകൾ വരുന്നത്. ഈ ഭാഗത്തായിട്ട് നോക്കിക്കോളൂ, നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മുകളിലും താഴെയും കംപ്ലീറ്റ് തന്നെ ഗ്ലാസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് വെളിച്ചമൊക്കെ കയറി ഇറങ്ങി പോകാനുള്ള ആ ഒരു പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. ഡോർ തുറന്നാൽ ഈ ഭാഗത്തൊരു പാഷ്യൂ ഏരിയ ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. വീടിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ കണ്ട പോർഷനിൽ ഇതുപോലെ തന്നെ നമുക്കൊരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. അത് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. വെയിലോ മഴയൊന്നും കൊള്ളാതെ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. താഴെ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിയുന്ന സമയത്ത് നേരെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ഒക്കെയാണ് ടൈലുകളാണെങ്കിലും എല്ലാം തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിന്റെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. മിറർ നോക്കുവാണെങ്കിൽ വളരെ വലിയൊരു മിറർ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ട് നല്ല വൈബോട് കൂടിയിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു വിൻഡോ തന്നെയാണ് കിട്ടുന്നത്. തൊട്ട് പുറത്തുള്ള ഭാഗത്ത് നോക്കിയാൽ പ്ലാന്റ് ബോക്സ് ഒക്കെ നമുക്ക് അകത്ത് നിന്ന് കഴിഞ്ഞാൽ കണ്ണിന് നല്ല കുളിർമ കിട്ടുന്ന കാഴ്ചകളൊക്കെയാണ്. ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമ്മൾക്കിനി വാഷ് ഏരിയയുടെ ആ ഒരു പോർഷൻ ആണ് കാണേണ്ടത്. വീടിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അതിന്റെ താഴെയുള്ള ഭാഗമൊക്കെ നല്ല ആ ഒരു ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മെറ്റൽ ഷിപ്പുകളും ചെറിയ ബബിൾസ് ഒക്കെ വിരിച്ചിട്ട് ഇവിടെയും നല്ല ഒറിജിനൽ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽസ് ഒക്കെ നോക്കിക്കോളൂ, വളരെ സേഫ് ആയിട്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജാഗ്വാറിന്റെ ആണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ ഭംഗിയായിട്ടാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ വീടിനകത്തുള്ള വയറിംഗ് കാര്യങ്ങൾ CB എല്ലാം തന്നെ ഇവിടെയാണ് വരുന്നത്. താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നമ്മൾ സാധാരണ കണ്ടും മടുത്ത ഡിസൈനുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ, കൂടുതലും വുഡൻ ഡിസൈനുകളാണ് ഇവിടെ വരുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. നമുക്ക് ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത്. മുകളിലാണെന്നുണ്ടെങ്കിലും 2 സൈഡിൽ നോക്കിയാൽ കാണാം, 2 സൈഡിലായിട്ടാണ് നമുക്ക് ആക്ച്വലി വാർഡ്രോബ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഡ്രോസും എല്ലാം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് നല്ല രീതിയിൽ വെളിച്ചം കടക്കാവുന്ന രീതിയിലാണ് ഗ്ലാസുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകൾ ബൾബുകൾ എല്ലാം വരുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് ഗ്രിപ്പോട് കൂടിയ ടൈലുകളാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. അത് വളരെ ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് കിച്ചണിന്റെ പോലെ തന്നെയാണ്. വാർഡ്രോബുകളെല്ലാം നിറയെ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെയും സിങ്കും പൈപ്പ് കണക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് ഇനി ഈ 2 കിച്ചണും പോരാ, വർക്ക് ഏരിയ വേണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമുക്ക് സ്പേസും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ കിച്ചൺ നമ്മൾ കണ്ടു കഴിഞ്ഞു. ടോട്ടലി നോക്കുവാണെങ്കിൽ താഴത്തെ ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 12.5 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് വലിയ വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു പോർഷനിലുമാണ് ബാക്കിയുള്ള വിൻഡോസ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ വീട്ടിൽ വാർഡ്രോബുകളൊന്നുമില്ല. നമുക്ക് ഈ ബെഡ്റൂമുകളെല്ലാം തന്നെ അദ്ദേഹം വാർഡ്രോബ് ചെയ്തു തരുന്നതായിരിക്കും. 4 BHK ആയ ഈ ഒരു വീട്ടിൽ 3 ബെഡ്റൂമുകളിൽ നമുക്ക് വാർഡ്രോബ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ മിറർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ നമുക്ക് ഇവിടെ വരാനുണ്ട്. ഈ ഒരു ബാത്റൂമിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഫിറ്റിംഗ്സ് ജാഗ്വാറിന്റെ തന്നെയാണ്. മിറർ ഒക്കെ വരാനുള്ള പോർഷനാണ് ഇപ്പോൾ വേക്കന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിറയെ ഓപ്പൺ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 വിൻഡോസ് മാത്രമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം തന്നെ ഫിക്സഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിറയെ ഗ്ലാസുകൾ തന്നെയാണ് ഈ ഒരു വീടിന് വെറൈറ്റി എന്ന് പറയാം നമുക്ക്.
അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമാണ്. നമുക്ക് അധികം ലൈറ്റ് ഫിറ്റിംഗ്സ് ഈ ഒരു വീട്ടിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നല്ല രീതിയിൽ വെളിച്ചം നമുക്ക് വീടിനകത്തേക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നമുക്ക് ടേൺ ചെയ്യാം. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതുപോലെ ഒരു പാസേജ് ആണ് കിട്ടുന്നത്. മുകളിലൊക്കെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ടോട്ടലി മൂന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ബാൽക്കണിയുമാണ് കിട്ടുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം 12.5 അടി നീളവും 12.5 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രണ്ട് സൈഡിലായിട്ടും വലിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ഡോറിന്റെ ഈ ഒരു സ്പേസിൽ നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ മിറർ ഒക്കെ വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്. ഈ ഒരു റൂമിൽ നമുക്ക് വാർഡ്രോബ് ബിൽഡർ ചെയ്ത് തരുന്നതായിരിക്കും. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറുകൾ മാത്രമാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നതാണ്. ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. ഇവിടുത്തെ ഡോറുകളാണെങ്കിലും വിൻഡോകളാണെങ്കിലും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒരു പ്രത്യേക മോഡലും ഭംഗിയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഡോറുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നല്ല സ്ട്രോങ് ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂഫൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസിന്റെ ഒക്കെ പുറത്ത് വരുന്ന പോർഷനിൽ നമുക്ക് ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ പ്ലാൻ ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിന്റെ ആ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ടെറസിന്റെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും വരുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ പോർഷൻസ് കണ്ടു. സ്റ്റെപ്പിന് നേരെയായിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് റീഡിംഗ് റൂം കിട്ടുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ പഠിക്കാനിരിക്കാനും ലാപ്ടോപ്പ് വെച്ചൊക്കെ നമുക്ക് സൗകര്യമായിട്ടിരുന്ന ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ നിറയെ കബോർഡുകളും ഡ്രോസും ഒക്കെ കൊടുത്തിട്ട് എയർ സർക്കുലേഷന് വേണ്ടി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് സെപ്പറേറ്റ് ഡോറുകളൊക്കെ വെച്ചിട്ട് സേഫ് ആയിട്ടാണ് ഈ ഒരു റീഡിംഗ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന് ലെഫ്റ്റ് സൈഡ് കണ്ടു. നമുക്കിത് നേരെ ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കാണാനുള്ളത്. വലിയൊരു ഹാള് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആണ്. ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഒരേപോലെ കിട്ടുന്ന വലിയൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. വിൻഡോസിനാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോയും ഇവിടെ ഫിക്സഡും ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പുറത്തെ ഭാഗത്ത് പ്ലാന്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പ്ലാന്റുകൾ ഉണ്ടായി നിൽക്കുന്നത് അകത്ത് നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ബാക്കിയുള്ള വിൻഡോ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു സ്പേസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ലിവിംഗ് ഡൈനിങ് ഏരിയയുടെ ആ ഒരു പോർഷൻ ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ താഴെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൈനിങ് സ്പേസ് ആണ്. നമുക്കിനി ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം കണ്ടു നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ബാത്റൂം ആണ് കാണാൻ പറ്റുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന അതേ ബാത്റൂം പോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകളിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. മിറർ കാര്യങ്ങളൊക്കെ മാത്രമാണ് നമുക്കിനി ഇവിടെ വരാനുള്ളത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11.5 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് എല്ലാ റൂമുകളിലും കണ്ടതുപോലെ വലിയ മിഡിൽ പോർഷനിൽ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം വിൻഡോസും ആണ് കിട്ടുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വളരെ വെറൈറ്റി ആയിട്ടും ഭംഗിയായിട്ടും ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല സൗകര്യത്തോടു കൂടി ചെയ്തിരിക്കുന്ന ഈ ഒരു വീട് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കണ്ടു കഴിഞ്ഞു. ഇത് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടും വളരെ വെറൈറ്റി ആയിട്ടും സൗകര്യത്തോടു കൂടിയിട്ടും ഒക്കെയാണ് വീട് വരുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 14, കളമശ്ശേരി കുസാറ്റിലേക്ക് 13, ആലുവ ഭാഗത്തേക്കാണെങ്കിൽ 11 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 6.3 ആണ് ലാൻഡ് അളവ് വരുന്നത്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 3139 ആണ്. 4 ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്ക് സ്ട്രേറ്റ് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. 6.3 സെന്റ് ഓഫ് ലാൻഡിൽ 3139 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് നമുക്ക് വെള്ളത്തിനായിട്ട് വെൽ വാട്ടർ ഫെസിലിറ്റി ആണ് ഉള്ളത്. വളരെ വെറൈറ്റി ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിരുന്നു. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,80,00,000 രൂപയാണ്. 1.80 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. അതിന്റെ റൂഫ് ഇപ്പോൾ ചെയ്തിട്ടില്ല. നമ്മൾ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് ഹാൻഡ് ഓവർ ചെയ്തതിന് മുമ്പായിട്ടാണ് അദ്ദേഹം നമുക്ക് ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ബിക്കോസ് ഇത് ഏകദേശം ഫൈനൽ ഫിനിഷിംഗ് ആയി വരുന്നതേ ഉള്ളൂ. ഇത്ര നല്ലൊരു വീടായതുകൊണ്ട് പെട്ടെന്ന് സെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 3 ബെഡ്റൂമുകളിലും വാർഡ്രോബുകൾ ബിൽഡർ ചെയ്ത് തരുന്നതായിരിക്കും. TV യൂണിറ്റും ചെയ്ത് തരുന്നതായിരിക്കും.
എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് 1,80,00,000 രൂപയാണ്. 1.80 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഞങ്ങൾ തന്നെ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്കത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടമായെങ്കിൽ മറക്കണ്ട, സ്ക്രീനിൽ നമ്പറുകളുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ ലാൻഡുകളുടെ ഒക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.